നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബി.ജെ.പിക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടിൽ വൻ വെട്ടിപ്പ് നടന്നുവെന്ന് വാർത്ത. പാർട്ടി കൊടിയും ചിഹ്നവും വിതരണം ചെയ്തത് മുതൽ സോഷ്യൽ മീഡിയ പ്രചാരണം വരെയുള്ള കാര്യങ്ങളിൽ ക്രമക്കേട് നടന്നു എന്നാണ് കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയ ഓഡിറ്റിംഗ് സംഘം കണ്ടെത്തിയത്. തട്ടിപ്പിന് പിന്നാലെ സംഘടനാ ചുമതലകളിൽ നിന്ന് 3 നേതാക്കളെ പുറത്താക്കിയതിന്റെ സർക്കുലറും പുറത്തുവന്നു. എന്നാൽ പുറത്തുവന്ന സർക്കുലർ സത്യവിരുദ്ധമാണ് എന്നായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം. എന്നാൽ അച്ചടക്ക നടപടിയെ സംസ്ഥാന അധ്യക്ഷൻ നിഷേധിച്ചതുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി നേതാക്കൾ നടത്തിയ ക്രമക്കേട് പാർട്ടിക്കുള്ളിൽ ഒതുങ്ങുകയാണോ ഉണ്ടാവുക? തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്ത് ബി.ജെ.പി ഒഴുക്കിയത് കണക്കില്ലാത്ത പണമാണോ? കാണാം RDX റാപ്പ്. ബി.ജെ.പിയുടെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ പുറത്തറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയിൽ 3 ബി.ജെ.പി നേതാക്കൾക്കെതിരെ സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിച്ചു. ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി അഞ്ജന MP, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ എന്നിവരെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. കൊടിയും ചിഹ്നവും കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയിട്ടും അതിന്റെ പേരിൽ കോടികളാണ് അഞ്ജന MP തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്തി. അഞ്ജന MPയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തയാൾ 17 ലക്ഷം രൂപയുടെ കാർ EMI ഇല്ലാതെ മുഴുവൻ കാശിനു വാങ്ങിയതും വിവാദമായിരുന്നു. ABVP നേതാവ് കൂടിയായ പാറശാല സ്വദേശി സിദ്ധാർത്ഥ് നോട്ടുകെട്ടുമായി എടുത്ത സെൽഫിയും പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മറ്റൊരു നേതാവ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലക്ഷപ്രഭുവായി. സഹകരണ ബാങ്കിലുണ്ടായിരുന്ന 40 ലക്ഷം രൂപയുടെ വായ്പയും തിരിച്ചടച്ചു. ദേശീയ നേതാക്കളും താരപ്രചാരകരും വന്നപ്പോൾ ഹോട്ടലും സൗകര്യങ്ങളും ഒരുക്കിയതിന്റെ പേരിലും ലക്ഷങ്ങൾ തട്ടിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ ഇതിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്ത എന്ന നിലക്കാണ്. എല്ലാവർക്കും ഇപ്പോൾ ബി.ജെ.പിക്ക് അകത്ത് തന്നെയും പാർട്ടി നേതാക്കൾ പരസ്പരം വലിയ തോതിൽ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM-നകത്ത് ഈ പരാജയത്തെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിൽ ഇവിടെ പണം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് കാണുന്നത്. ബി.ജെ.പിക്ക് എക്കാലത്തും പണം ഒരു പ്രശ്നമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പിന്നെ ഇപ്പോൾ സമീപകാലത്ത് ഇവിടെ നമ്മുടെ ഈ കുഴൽപ്പണ കേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് എപ്പോഴും ഇവർക്കെതിരായിട്ടൊരു ആരോപണമായിട്ടൊക്കെ വരുന്നതാണ്. ഇതിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നടപടികളും മറ്റുമൊക്കെ പ്രതീക്ഷിക്കണം നമ്മളല്ലേ? തീർച്ചയായും. അതാണ്ട് സനീഷ് ആദ്യം പറഞ്ഞു തുടങ്ങിയല്ലോ, ഈ ബി.ജെ.പിക്ക് എപ്പോഴും പണം ഒരു പ്രശ്നമാണെന്ന്. അങ്ങനെയല്ല, പണം ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഒരു പ്രശ്നമല്ലാത്തതാണ് അവരുടെ പ്രശ്നം അല്ലേ? അതാണ് പ്രശ്നം. പണം ഒരു പ്രശ്നമല്ലാത്തതാണ് പ്രശ്നം. അതായത് നമ്മൾ ഈ കൊടകരയിൽ 3.5 കോടി രൂപയാണെന്ന് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ആ ആരോപണത്തിൻ്റെ ഒരു വ്യാപ്തി വളർന്ന് ആരോപണങ്ങൾ ഇങ്ങനെ പല വഴി ചെതറുന്നത് കണ്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. കാരണം കോടികൾ ആണ് ആ കണക്കുകളിലൊക്കെ വന്നത്. പക്ഷേ പിന്നീട് അതിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. സ്വാഭാവികമാണത്. ഇപ്പോൾ ഇത്തവണ വന്നിരിക്കുന്ന ഈ ആരോപണത്തിൽ ഇതുവരെ ഈ ഉയർന്നിരിക്കുന്ന ആരോപണം ഏതാണ്ട് 4.25 കോടി രൂപയുടെ പണം മുക്കി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇവരുടെ പരസ്പര പ്രത്യാരോപണങ്ങളൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ഇതിൽ തന്നെ 5 മണ്ഡലങ്ങൾക്ക് 4.25 കോടി രൂപ, പിന്നെ 5 മണ്ഡലങ്ങളിൽ നിന്ന് മാത്രം അത്രയും മുക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് നിലവിൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ കൗതുകകരമായ കാര്യം, മൊത്തം 12 കോടിക്കാണ് കണക്കില്ലാതെ പോയിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ 4.25 കോടി തൃശ്ശൂരിലെ 4 മണ്ഡലങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ 12 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ കണക്കില്ലാതെ വന്നിരിക്കുന്നത്. ഇത് ഈ നേതാക്കളുടെ ഹെലികോപ്റ്റർ യാത്ര, ഇതിൻ്റെയൊക്കെ കണക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം എങ്ങനെയാണ് ഇതിൽ വെട്ടിപ്പ് ഉണ്ടാവുക എന്നുള്ള സംശയം നമുക്കുണ്ട്. കാരണം ഇതെല്ലാം കേന്ദ്ര മേൽനോട്ടത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഈ ഹെലികോപ്റ്ററിൽ പോയതിൽ എങ്ങനെയാണ് വെട്ടിപ്പ് നടത്തുക എന്നൊക്കെയുള്ള സംശയം ഉണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെയൊക്കെ ചുമതലപ്പെട്ട ആളുകളാണ് ഈ കാര്യത്തിൽ വെട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ഒരു ആന്തരികമായുള്ള ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ കൊടി വാങ്ങിയത്, പാർട്ടിയുടെ കൊടി വാങ്ങുന്നത് അവിടുന്ന് ഡൽഹിയിൽ നിന്നെല്ലാം ഒരുമിച്ച് പ്രിൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നല്ലെങ്കിൽ എവിടെ നിന്നോ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സംഗതിയാണ്. അതിൽ പോലും കണക്ക് ഇവിടെ പെരുപ്പിച്ച് എഴുതി, പ്രാദേശികമായി പ്രത്യേകിച്ച് വേറെ കണക്ക് എഴുതി എന്നുള്ളതാണ്. അതുപോലെ VIP-കളുടെ താമസവും ഭക്ഷണവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഈ വിനോദ് ദാവ്ഡയുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തട്ടിപ്പ് ആരോപിക്കാനാവില്ല എന്ന് പറയുമ്പോഴും നമുക്ക് മുന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 പേരെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 പേരെ, ഒരു സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിയിരിക്കുന്നതല്ലോ. അപ്പോൾ ട്രഷറർക്കെതിരെയാണ് ആരോപണം ആദ്യഘട്ടത്തിൽ ആഭ്യന്തരമായി ഉയർന്നതെങ്കിൽ, പക്ഷേ ട്രഷററാണ് ഇത് കണ്ടെത്തിയത്ര. അങ്ങനെയും കേൾക്കുന്നു. ട്രഷറർ തന്നെയാണ് ഈ പ്രാദേശികമായി നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ കണ്ടെത്തിയത്. ഇതിൽ ബി.ജെ.പിക്കകത്ത കാര്യം നമുക്കറിയാമല്ലോ, ആഭ്യന്തരമായി ഇതിൽ വിഭാഗീയത എല്ലാ കാലത്തും ഉള്ളതാണ്.
ആ വിഭാഗീയതയുടെ ബാക്കി കൂടിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് എന്നുള്ളത് അത് ഉണ്ട്. കാരണം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന ഏറ്റവും ശക്തനായി നിൽക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് അടക്കം ഉള്ളവരാണ്. എസ് സുരേഷിൻ്റെ അടുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ആരോപണങ്ങളിൽ ചെന്നുപെട്ടിരിക്കുന്നത്. എസ് സുരേഷിനെതിരെയും സുരേഷിനൊപ്പം ഉള്ളവർക്കെതിരെയുമാണ് ആരോപണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്നതും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ സനീഷ്, ഇതിനകത്ത് ഈ ഒരു സംസ്ഥാന സെക്രട്ടറി, ഓഫീസ് ചുമതലയുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി 1.5 കോടി രൂപ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഈ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ ഒരു മേഖലാ സെക്രട്ടറി. ഈ 3 പേരാണ് പ്രധാനമായും നേരിട്ട് ഈ പണം എടുത്തിരിക്കുന്നത്. ട്രഷററുടെ പേര് ഇതിൽ ഉൾപ്പെട്ടു, പക്ഷേ ട്രഷറർ അല്ല. ട്രഷററാണ് ഇത് കണ്ടെത്തിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആവാം. കാരണം ആഭ്യന്തരമായി ഈ നടപടിയിൽ ഇത് ഒതുങ്ങുകയുള്ളൂ. ഇതൊന്നും പരസ്യം BJPയുടെ ഒരു പൊതു രീതി അനുസരിച്ച് ഇപ്പോൾ കൊടകരയൊക്കെ എതിലെ പോയെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് ആ മട്ടിൽ ഇതും അങ്ങനെ ഒരു പ്രശ്നമായി ഉയർന്ന എത്രത്തോളം പൊതുമധ്യത്തിലേക്ക് വരും എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിനപ്പുറത്ത് ആഭ്യന്തരമായി തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായി നടപടിയിലേക്ക് പോകാനാണ് സാധ്യത. ഈ പറഞ്ഞ MP അഞ്ജന രഞ്ജിത്ത് എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് നടപടി ഉണ്ടായതായി പറയുന്നത്. എന്തായാലും ഇപ്പോൾ മരവിച്ച നിലയിലാണ് അവരുടെ പ്രവർത്തനം. ഒരു സജീവമായി പ്രവർത്തന രംഗത്തില്ല. നടപടി ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ് എന്നുള്ള പ്രതികരണമാണ് ഈ കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റിന് നൽകാനുമുള്ളത്. ഇതിൽ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് BJPയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ BJPയിലെ ഈ ആഭ്യന്തര വിഭാഗീയതയിൽ ഒന്നുകൂടി പിടിമുറുക്കാൻ മുരളീധര പക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റത് അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വരികയും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം അന്നത്തെ ഈ ഒരു അതൃപ്ത വിഭാഗം ഒരുമിച്ച് നിൽക്കുക, ഇപ്പം എസ് സുരേഷിനെ പോലുള്ളവരും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എസ് സുരേഷാണ് പ്രധാനമായും പിന്തുണയുമായി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് അവിടെ പരുവപ്പെടുന്നു. ഇതിങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലേക്ക് തന്നെ മുരളീധരൻ ഒരു MLA ആയി തെരഞ്ഞെടുപ്പ് വിജയിച്ചെത്തുന്നു. അവിടെ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി VV രാജേഷ് വരുന്നു. മുരളീധരൻ, K സുരേന്ദ്രൻ, VV രാജേഷ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വിഭാഗീയതയുടെ ഒരു സ്വഭാവം. അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നവർ തന്നെയാണ്. അവർ കരുത്തരായി അവിടെ ഈ പാർട്ടി ആസ്ഥാനത്ത് അവർ കരുത്തരായി മാറുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത്. ഈ ഈ നിയമസഭാ കക്ഷി നേതാവാകേണ്ടത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇവർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 2 പേരും ആവാതെ, രാജീവ് ചന്ദ്രശേഖറും ആയില്ല, മുരളീധരനും ആയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുരളീധരനെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയാണ് ആ സ്ഥാനത്തേക്ക്. അങ്ങനെയാണ് പിന്നീട് ഗോപകുമാറിനെ കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് നിർത്തുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച 2 പേരും അല്ല ആയത്. പക്ഷേ അവിടെ പവർഫുള്ളാണ് ഇപ്പോൾ. കാരണം VV രാജേഷ് അവിടെ മേയറായിട്ട്, സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മേയറായിട്ട് VV രാജേഷ് അവിടെ നിൽക്കുന്നു. ഇപ്പോൾ മുരളീധരൻ അവിടെയുണ്ട്. അവർ നേരത്തെ തന്നെ സംഘടനയ്ക്കുള്ളിൽ അവർ വളരെ പവർഫുള്ളാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ജില്ലാ കമ്മിറ്റികളെ ഒപ്പം നിർത്തുന്ന ഒരു വിഭാഗമാണ് അവർ. കാലങ്ങളായിട്ട് അങ്ങനെയാണ്. സംഘടനയെ താഴെത്തട്ടിൽ വളർത്തിയ ഒരു വിഭാഗം എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ ആ അധികാരത്തെ അല്ലെങ്കിൽ ആ അവകാശം അവർ ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം കൂടുതൽ ശക്തമാകുന്നു. അപ്പോൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അതിനുള്ളിൽ നിന്ന് ഇത് ആരോപണമായി തിരിച്ചുന്നയിക്കുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള നീക്കമായി തന്നെയാണ് ഇപ്പോൾ അവസാനം ഇത് ഫലത്തിൽ വരിക. എസ് സുരേഷിനെതിരെ, രാജീവ് ചന്ദ്രശേഖരനെതിരെ, അവർക്കൊപ്പം പിന്തുണച്ച് നിന്നിരുന്നവർക്കെതിരെ ഒക്കെയാണ് ഈ ആരോപണങ്ങൾ അവസാനം വരിക. ആ രീതിയിലാണ് വരിക. കൂടുതൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ പുറത്തൊക്കെ ഇതിൻ്റെ BJPക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നം വേറൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിലയിലേക്കോ ഗുരുതരമായ നടപടികളിലേക്കോ ഒക്കെ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരണമെങ്കിൽ ഇവരുടെ ആഭ്യന്തര വിഭാഗീയത ഒന്നുകൂടെ മൂക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് ഹർഷൻ ഒടുവിൽ പറഞ്ഞതുപോലെ പുറത്തേക്ക് അങ്ങനെ വലുതായിട്ട് വരില്ല എന്ന് ഒരുപക്ഷെ ഇന്റേണലി അവരൊരു ഓഡിറ്റ് നടത്തുകയും ഈ പണത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു രേഖ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കുറച്ച് ഗൗരവമാവില്ല എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും ഇതിപ്പോൾ അല്പം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ എഴുതിയതിൽ ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിവിധ തലങ്ങളിൽ പലവിധ അച്ചടക്ക നടപടികളും സാധാരണമാണ്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്നതല്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വരിയുടെ അർത്ഥം എന്താണ്? അതിനു മുമ്പ് അദ്ദേഹം നിഷേധിച്ചു കളഞ്ഞ BJP സംസ്ഥാന അച്ചടക്ക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന വ്യക്തികളെ പാർട്ടിയുടെ എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും നീക്കിയിരിക്കുന്നു. ആരൊക്കെയാണ്? ശ്രീമതി അഞ്ജന MP സംസ്ഥാന സെക്രട്ടറി, ശ്രീ
പാങ്ങപ്പാറ രാജീവ് സംസ്ഥാന കമ്മിറ്റി അംഗം, ശ്രീ പള്ളിപ്പുറം വിജയകുമാർ തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി. ഇതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെതായിട്ട് 7/7/2026 എന്ന പേരിൽ ഒരു പ്രസ് റിലീസ് വന്നത്. 3 പേരുകൾ അതിനകത്തുള്ള. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ്റേത് എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും പ്രചരിക്കുന്ന BJPയുടെ ഓഫീസ് സർക്കുലർ സത്യവിരുദ്ധമാണ്. അത് തള്ളിക്കളഞ്ഞു. അങ്ങനൊരു സർക്കുലർ ഇല്ല എന്നാണ് അദ്ദേഹം ഇന്നത്തെ സർക്കുലറിലൂടെ പറയുന്നത്. പക്ഷേ അതിനകത്ത് ഞാൻ നേരത്തെ വായിച്ച അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം വസ്തുതാപരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളല്ലേ, അപ്പോൾ മനുഷ്യർ വായിക്കുമ്പോൾ ഇത് സംഭവം ഇങ്ങനെയാണല്ലോ എന്നതിനുള്ള മതിയായ തെളിവ് ആളുകൾക്ക് മുന്നിൽ വരികയും ചെയ്തു. ഇതിപ്പം പണം എന്നത് നമ്മൾ പറഞ്ഞല്ലോ BJPക്ക് വന്ന് കുമിയുകയാണ് എന്നാണ് അവർ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ കൊടുക്കുന്ന കണക്ക് പ്രകാരം കാണുന്നത്. ഞാൻ കണക്കെടുത്ത് നോക്കുമ്പോഴേ 2024-25 സാമ്പത്തിക വർഷം 6074 കോടി രൂപയാണ് രാജ്യത്താകെ രാജ്യത്തെ മൊത്തം BJPക്ക് സംഭാവനയായിട്ട് വന്നത്. ഈ 6074 കോടി രൂപ എന്ന് വെച്ചാൽ ആകെ 8358 സംഭാവനകളിലൂടെ കിട്ടി എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. ഇത് 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവന മാത്രമാണ്. 20,000 രൂപയ്ക്ക് മുകളിൽ നിന്ന് അവർക്ക് കിട്ടിയ സംഭാവന മാത്രം 6074 കോടി രൂപയാണ് ഒരു വർഷം. 20,000 രൂപയ്ക്ക് താഴെയുള്ള സംഭാവനയുടെ കണക്കാന്നലൊക്കെ വന്നിട്ടില്ല. അപ്പോൾ BJP പിന്നെ ഓരോ മണ്ഡലത്തിലും 30 ലക്ഷം രൂപ വെച്ച് സംസ്ഥാനത്തിന് ഓരോ സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കുക. അപ്പോൾ അതിൻ്റെ കണക്കെല്ലാം വെച്ച് നോക്കിയാൽ പോലും ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്ക് അത്രയും ഫണ്ട് കിട്ടുന്നത് അവർ ഭരണ പാർട്ടിയാണ്. പിന്നെ അവരോട് അത്രമാത്രം ഫണ്ട് കൊടുക്കാൻ അവരെ വിശ്വാസമുള്ള അത്രമാത്രം വലിയ സമ്പന്നരും മറ്റുമൊക്കെ ഉണ്ട്. അതൊരു സ്വാഭാവികമായിട്ട് കാര്യമാണ്. അവർ തന്നെയും നമ്മുടെ സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്ന കണക്കാണിത്. അപ്പോൾ അതെന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഉള്ള കണക്കല്ല. അപ്പോൾ അത് അത്രയും പണം കിട്ടാം. ഇത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ രാജ്യത്തെ ദേശീയ പാർട്ടികൾക്ക് ആകെ കിട്ടിയ സംഭാവന ഉണ്ടല്ലോ, ആ സംഭാവനകളുടെ 91.36% BJPക്ക് കിട്ടിയ പണമാണ്. മറ്റ് കോൺഗ്രസ് അടക്കമുള്ള മറ്റെല്ലാ ദേശീയ പാർട്ടികൾക്കും കൂടിയിട്ട് ആകെ 9% കിട്ടിയുള്ളൂ. ബാക്കി 91.5% BJPക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പണം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് BJPയുടെ രാഷ്ട്രീയ ലൈനിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ കോൺഗ്രസ് നിന്നും CPM നിന്നും CPI നിന്നും ഒക്കെ പതുക്കെ ആളുകൾ പോകുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ പോയി. BJPയുടെയും CPMൻ്റെയും CPIയുടെയും നേരത്തെ ഒന്നും പോയില്ലെങ്കിലും ഇപ്പോൾ കുറച്ച് ആളുകൾ മെല്ലെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാരണം പണവും കൂടി ആവില്ലേ എന്ന് നമ്മൾ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയൊക്കെ ദൂരെ നിന്നൊക്കെ നോക്കുന്ന ആളുകൾക്ക് തോന്നില്ലേ? അപ്പോൾ ഇവരാണെങ്കിൽ ഇത്രമാത്രം പണം വന്ന് മറിയുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഇത്രമാത്രം പണം ആവശ്യമില്ല. പിന്നെ അപ്പോൾ അത് കുറച്ച് ഇലക്ട്രൽ ബോണ്ടിന്റെ സമയത്തും വിവാദം ഉണ്ടായപ്പോഴും ഏറ്റവും വലിയ തുക BJPക്കാണല്ലോ കിട്ടിയത്. പിന്നെ പണ്ട് മുതലേയുള്ള വർത്തമാനമല്ലേ, ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടോ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ പിന്നെ അത് പണ്ട് മുതൽ തന്നെയുള്ള ഒരു ചൊല്ല് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും വലിയ പണം കാണുമ്പോൾ ആളുകൾ കണ്ണു മഞ്ഞളിച്ച് പോകുക എന്നത് ഉണ്ടായിട്ടുണ്ടാകും ഒരുപക്ഷെ. പക്ഷേ ഇത് ആത്യന്തികമായിട്ട് സംസ്ഥാന അധ്യക്ഷന് ബുദ്ധിമുട്ടാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ഫണ്ട് വിനിയോഗം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാത്രം നേതൃത്വത്തിലായിരിക്കില്ലല്ലോ. ഇപ്പോൾ ഹർഷൻ പറഞ്ഞതുപോലെ കേന്ദ്ര ലീഡർഷിപ്പ് തന്നെ ആയിരിക്കുമല്ലോ. അതിനൊക്കെ പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ഇല്ലാത്ത പാർട്ടിയൊന്നുമല്ലോ BJP. എന്നിട്ടും അതിനകത്തുകൂടെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയെന്ന് വെച്ചാൽ അത്ഭുതകരമാണ്. അതായത് ഇപ്പം നേരത്തെ വന്ന വിവരങ്ങളാണെങ്കിൽ ഹർഷ പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കാർ വാങ്ങി, ഒരാൾ 40 ലക്ഷം രൂപ ലോൺ അടച്ചു തീർത്തു ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഇതെങ്ങനെയാണ് നമ്മൾ അയോധ്യ ക്ഷേത്രത്തിലെ തട്ടിപ്പ് സംബന്ധിച്ച് ആദ്യത്തെ വാർത്ത കേട്ടപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ആൾ പെട്ടെന്ന് എങ്ങനെ സാധിക്കുന്നു എന്നല്ലേ വിചാരിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു, ഈ സകല സംവിധാനങ്ങളുടെയും മേൽനോട്ടം ആകപ്പാടെയുണ്ട്, ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ലീഡർഷിപ്പ് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ 40 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ലോൺ അടച്ചേക്കാന്ന് ആൾക്കാർ ചിന്തിക്കുമോ? അപ്പോൾ അങ്ങനെ അസാധാരണമായ വിധമുള്ള കാര്യങ്ങൾ ഇവർ നടത്തുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും BJP എന്തൊരു പാവം പാർട്ടിയായിരുന്നു ഒരു കാലത്ത്. നമ്മൾ KG മാരാരുടെയൊക്കെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഹോപ്പുമില്ല. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടെ ഭരിക്കുന്ന ഈ കേരളത്തിൽ, രാജ്യത്ത് തന്നെ അവർക്ക് 2-3 അല്ലെങ്കിൽ അംഗങ്ങളില്ലാത്ത കാലത്ത്, ഈ പറയുന്ന കേരളത്തിൽ ഒരിക്കലും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ സാഹചര്യം മാറില്ല എന്ന ധാരണ അങ്ങേറ്റം രൂഢമൂലമായിരിക്കുന്ന ഒരു കാലത്ത് ഒരൊറ്റ മുണ്ടും ഷർട്ടുമിട്ട് സകലമാന പ്രവർത്തകരുടെ വീടുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഈ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നടന്നും ഈ അവരുടെ രാഷ്ട്രീയ പക്ഷത്തോട് താല്പര്യമുള്ള വളരെ ചുരുക്കം ആളുകളോട് സംസാരിച്ചും ഒറ്റ നേരമൊക്കെ ഭക്ഷണം കഴിച്ചുമൊക്കെ ഉണ്ടാക്കി ഈ പാർട്ടി ഈ നിലക്ക് എത്തിയപ്പോൾ അതിനകത്തേക്ക് വന്ന ആളുകൾ ഇങ്ങനെ പണം അടിച്ചു മാറ്റുകയല്ലേ എന്ന് സംശയിക്കുന്ന പ്രവർത്തകരും അണികളും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരുപക്ഷെ ആ പാർട്ടിക്ക്. അപ്പം പണം വന്നാൽ ഇതിപ്പോൾ നമ്മൾ CPMനെ പറ്റിയിട്ടല്ല, ഞാനിത് CPMനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ അവസാന കാലത്തെ ദർഭമുനകളാണോ എന്ന് സംശയിക്കുന്ന പോലെ ഇത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാലത്തെ പണം ഇങ്ങനെ പൂക്കളെ പോലെ ഒഴുകി അടക്കുകയാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത തന്നെയാണ് സംഘപരിവാറിൻ്റെ അടിസ്ഥാനം. അത് ആ നിലയ്ക്ക് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനത്തെ മൊത്തത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതങ്ങനെ അതിൻ്റെ ഒരു പ്രവർത്തനം അധികാരത്തിനപ്പുറത്ത് നിൽക്കുന്ന പ്രവർത്തനം അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ എപ്പോൾ അധികാരത്തിലേക്ക് BJP വന്നോ അപ്പോൾ അഴിമതി അതിനൊപ്പം വന്നിട്ടുണ്ട്
അവർക്കൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അഴിമതി വിരുദ്ധർ എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള നിരന്തര പ്രചാരണം BJP നടത്താറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ BJP അധികാരത്തിലിരുന്ന എല്ലായിടത്തും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നേരിട്ട് കൈക്കൂലി വാങ്ങിക്കുന്നത് ദൃശ്യം പകർത്തുകയും അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരികയും പിന്നീട് കോടതി 4 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്ത നേതാവ് BJPയുടെ ദേശീയ അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മണനാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പിന്നെ ഏതെങ്കിലും ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ അതിര് കാക്കാൻ വേണ്ടിയിട്ട് പോരാടി മരിച്ച ധീര രക്തസാക്ഷികളുടെ ശവപ്പെട്ടിയിൽ പോലും അഴിമതി അധികാരത്തിന്റെ ആദ്യ അവസരത്തിൽ, അതായത് അത് വാജ്പേയി സർക്കാരിന്റെ കാലത്ത്, അത് വാജ്പേയി അങ്ങനെയൊന്നും അല്ലല്ലോ കണക്കാക്കുന്നത്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പോലും ഇത് ചെയ്യാനുള്ള ധൈര്യം ഇവർക്കുണ്ടായിരുന്നു. അതായത് അന്ന് ബംഗാരു ലക്ഷ്മൺ 2000-ൽ പാർട്ടി അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഈ കൈക്കൂലി മേടിക്കുന്നത്. ആയുധ വ്യാപാരിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതാണല്ലോ. വ്യാജമായിട്ടാണെങ്കിലും ആയുധ വ്യാപാരിയുടെ വേഷം കെട്ടി പോകുമ്പോൾ കൈക്കൂലി കൈനീട്ടി മേടിച്ച ഒരു ദേശീയ അധ്യക്ഷൻ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതികൾ പലതുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാർഗിൽ വാറിൻ്റെ സമയത്ത് ഈ ശവപ്പെട്ടി കുംഭകോണം എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പോയ സംഗതിയല്ലേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. ഈ ഒരു ദേശസ്നേഹമാണ് അടിസ്ഥാനമായി പറയുക. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഈ ശവപ്പെട്ടി കേസിൽ ഈ ഈ രക്തസാക്ഷികളായവരെ അല്ലെങ്കിൽ ജീവത്യാഗം രാജ്യത്തിന് വേണ്ടി ചെയ്തവരുടെ മൃതദേഹം കൊണ്ടുവരുന്ന ശവപ്പെട്ടിയിൽ അഴിമതി നടത്തുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പ്രചാരണമോ പ്രതീതി നിർമ്മിതിയോ ഒന്നും അല്ല, അതിനപ്പുറത്ത് യാഥാർത്ഥ്യം വേറെ. ഇതെല്ലാം കൂടെ പറഞ്ഞാൽ അവർക്ക് വല്ലാതെ വിഷമം BJPയുടെ പാർട്ടികൾ. പക്ഷേ എന്നാൽ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. അതായത് പക്ഷേ ഇതിന് ഒരു കാരണവും കൂടിയുണ്ട്. അതായത് ഇപ്പോൾ 2014 നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവും വലുതുമായിട്ടുള്ള പാർട്ടി, ശക്തമായിട്ടുള്ള പാർട്ടി BJP ആയി മാറിയതിനു ശേഷം കോൺഗ്രസ് എന്നൊക്കെ അടപടലം മുഖ്യമന്ത്രിമാരടക്കം അങ്ങോട്ട് മാറിയല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ആളുകൾ മാറുമ്പോൾ ഇതിന് പിന്നിൽ ചാക്ക് കണക്കിന് പണമുണ്ട് എന്നൊരു പ്രചാരണം പ്രതിപക്ഷം പറയുന്നു. പിന്നെ അതൊരു തെറ്റായ കാര്യമല്ല എന്നുള്ള മട്ടിൽ അത് നിഷേധിക്കുന്ന നിലപാട് ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പണം കൊണ്ട് ഇപ്പോൾ ധാർമ്മികത എന്ന് പറഞ്ഞിരുന്ന സംഗതിക്ക് മുകളിൽ പണം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാം. ഇപ്പോൾ പണ്ടൊക്കെ ആയാറാം ഗയാറാം എന്ന് പറയുന്നത് ഒരു പരിഹാസ സംഗതിയായിരുന്നു. അതായത് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകും. ഇപ്പോൾ അതൊരു സാധാരണ നോമായി മാറി. BJPക്കാർ അതിനൊരു തെറ്റായ കാര്യം കാണുന്നില്ല. അപ്പോൾ അതൊരു ഭൗതികമായുള്ള നേട്ടം, സാമ്പത്തികമായുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം മാറിയിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളതൊന്നും തെറ്റല്ലാതായി മാറിയതോടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം, ആശയം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലത്ത് മാറിയിട്ട് ഇതൊക്കെയാണ് പുതിയ കാലത്തിൻ്റെ നോം എന്ന് വന്നതോട് കൂടിയിട്ട് പിന്നെ ആളുകൾക്ക് എനിക്ക് കിട്ടിയാൽ എന്താ കുറച്ച് എടുത്തുകൂടെ എന്നുള്ള തോന്നൽ വരുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയിൽ ഉണ്ടായ ക്രമക്കേടുകളുടെ ഒരു പരമ്പര തന്നെയാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പിനായി കണക്കില്ലാതെ ഒഴുകിയ പണത്തെ നേതാക്കൾ വകമാറ്റി സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന പാർട്ടിയുടെ തന്നെ കണ്ടെത്തലുകളെക്കുറിച്ചാണ് ഈ വാർത്തകൾ വരുന്നത്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ BJP സംസ്ഥാനത്ത് കോടികൾ മുടക്കുന്നു എന്ന മുൻപുയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ക്രമക്കേട് വാർത്തകൾ. എന്നാൽ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോഴും അതെല്ലാം പാർട്ടിക്കുള്ളിൽ തീർന്നോളുമെന്നും പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ല എന്നുമുള്ള തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രസ്താവന നിരുത്തരവാദപരമാണ് എന്ന് ചിലരെങ്കിലും പറയുന്നു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലക്ക് ജനങ്ങളോട് കൂടി ഉത്തരം പറയേണ്ട ബാധ്യത BJP അധ്യക്ഷനുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. എത്ര രൂപയാണ് നേതാക്കൾ തട്ടിയെടുത്തത്, ഏതൊക്കെ നേതാക്കൾക്കാണ് തട്ടിപ്പിൽ പങ്കുള്ളത് എന്നെല്ലാം BJP സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.